അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഹോം മെയ്ഡായിട്ടൊരു ടൊമാറ്റോ സോസ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണയായിട്ട് പുറത്തുനിന്നാണ് വാങ്ങുന്നത്. ഇനി നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് ഞാനിവിടെ 1 കിലോ നല്ല പഴുത്തെടുത്തിട്ടുള്ള തക്കാളിയാണ്. ഇത് നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തൊരു ബൗളിലേക്ക് ഇടാം. അപ്പോൾ ഇതിൻ്റെ കുരുവൊന്നും കളയേണ്ട ആവശ്യമില്ല. ഈ മേൽഭാഗത്ത് ഇതൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. തക്കാളി എടുക്കുമ്പോൾ നല്ല കളറുള്ള തക്കാളി എടുക്കുകയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന സോസിന് നല്ല കളർ കിട്ടും. നമ്മൾ ഇതിനകത്തേക്ക് എക്സ്ട്രാ കളറോ പ്രിസർവേറ്റീവോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇപ്പോൾ തക്കാളിയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. സാധാരണ ഒരു പാത്രത്തിൽ വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഇത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രഷർ കുക്കറിൽ ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സാദാ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വിസിൽ കേൾക്കുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ ഒരു 5 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അതല്ല സമയമെടുത്ത് വിസിൽ കേൾക്കുന്നതാണെങ്കിൽ 3 വിസിൽ മതിയാകും. ഇപ്പോൾ തക്കാളിയുടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലിരുന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റാക്കി അരച്ചെടുക്കണം. റൂം ടെമ്പറേച്ചറിലിരുന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ. കണ്ടോ, ഇതുപോലെ നല്ല സ്മൂത്ത് പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കുറേശ്ശെയായിട്ട് അരിപ്പിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് അരിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കളയാത്ത രീതിയിൽ നമുക്ക് ഫുള്ള് സോസും എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് സോസ് തയ്യാറാക്കിയെടുക്കുന്ന പാനിലേക്ക് തന്നെയാണ് അരിച്ചൊഴിക്കുന്നത്. അരിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഈ അരിപ്പിൻ്റെ അടിഭാഗത്തും കുറച്ച് സോസ് ഉണ്ടാവും. അതും വേസ്റ്റ് ആകാത്ത രീതിയിൽ ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് എടുത്താൽ മതിയാകും. ഇപ്പോൾ സോസ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റൗവിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്യാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വൈറ്റ് വിനേഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സോസ് ഇവിടെ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് സോസ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ സോസിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കണം. നമുക്ക് നല്ല തിക്കായിട്ടാണ് കിട്ടേണ്ടത്. ഒരു പാത്രത്തിലേക്ക് ഒരു ഡ്രോപ്പ് സോസ് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചരിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒലിച്ച് വരാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് സോസ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സോസ് ഇവിടെ ഒരുവിധം തിക്കായി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹോം മെയ്ഡായിട്ട് ചേർത്തിട്ടുള്ള ചില്ലി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതിന് പകരമായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാലും മതിയാകും. ചില്ലി പേസ്റ്റ് ആകുമ്പോൾ നമ്മുടെ സോസിന് കുറച്ചുകൂടി കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സോസ് ഇവിടെ ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് തിക്നെസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോസ് ഇവിടെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ നിന്നും ഈ പാൻ മാറ്റി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 4 മാസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് റൂം ടെമ്പറേച്ചറിൽ നിന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും സോസിന് കുറച്ചുകൂടി ഒരു കളർ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്